ഹലോ, സുന്ദരിയാണ്. ഐ ലവ് യു. നീ കിടപ്പിരിപ്പ് മനസ്സിലാക്കാതെ അവർക്ക് വേണ്ട ഉപദേശം എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കണേ. അതിനാണ് ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ തല പോഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കണേ. ചേച്ചി വെറുതെ വേണ്ടാത്ത ഇടപെട്ട് പ്രഷർ കയറ്റണ്ട. എങ്ങനെയാണ് എനിക്ക് പ്രഷർ വരാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ? ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്താ അത്? എന്താണ് ആ വഴിയെന്ന് ചോദിച്ചാ അത് അമ്മാവൻ തന്നെ ആലോചിച്ച് പറയട്ടെ. എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് തല പോഞ്ഞ് ആലോചിക്കാതെ ഇക്കാര്യം കോശിച്ചായനോടും കുഞ്ഞു മുഹമ്മദിനോടും കൂടി ആലോചിക്കുന്നതല്ലേ ബുദ്ധി. ബുദ്ധി? നീ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവസാനം ഇരുട്ടടി കിട്ടുമ്പോ വിവരം മനസ്സിലാവും. ഇരുട്ടടി കിട്ടിയാലും വിരോധമില്ല. വിവരം അറിയാലോ. വിവരം അറിയാനൊന്നുമില്ല. ഇരുട്ടടിക്ക് ഇരുട്ടടി തന്നെ പോവടി. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ മാണിക്യത്തിനെയും മാളഭട്ടിനെയും ആ രണ്ട് ചെകുത്തന്മാരായ കാര്യസ്ഥന്മാരെയും നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ചേട്ടനെ നോക്കേണ്ട കടമ നമ്മുടേതാണ്. ഞങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും ശരി, അമ്മാവൻ ഒരപകടവും വരാതെ നോക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലടാ? ഹേയ്, അതെ. കോഴിശ്ശേരി തറവാട്ടിൽ അവനൊന്ന് കേറി നോക്കട്ടെ, അപ്പൊ കാണാൻ എന്റെ കൈയിന്റെ ബലം. എടാ, വീമ്പിളക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ ചെയ്യ്. ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് മനസ്സിന് വിഷമം. അതെ അതെ, എനിക്കും അതാണ് വിഷമം. നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് സംസാരിക്കാതെ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാം, അല്ലേ? അയ്യടാ, ഗൗരിയുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു ശുഷ്കാന്തി. ഇനി ഒന്നും ആലോചിക്കാനില്ല. രാകേഷിന്റെയും ഗൗരിയുടെയും കല്യാണം ഉറപ്പിക്കാനില്ല. കമ്പ്യൂസിന്റെ മറ്റാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുവല്ല. ഇതാ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ ചേച്ചി എന്നെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ശരി. അപ്പൊ എന്റെയും ഗൗരിയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് വഴക്കം വെക്കാണോ? നീ ചുമ്മാ എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നടത്താം. എന്താണ് ഗൗരി ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാന്? അവക്ക് നാണം കൊണ്ട് വാക്കിട്ടില്ല, അത്ര തന്നെ. നമ്മൾ അവരെ ശല്യം ചെയ്യണ്ട. അവരെവിടെ ഇരുന്നോട്ടെ, നമുക്ക് ശരിയാണ്, പോവാ. എവിടെങ്കിലും ഇരുന്നോട്ടെ. അതൊന്നും എനിക്കറിയണ്ട. എടാ വിനോദേ, നീ ലോകം നന്നാക്കാൻ നടക്കുക. വലിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണത്രേ. എടാ, ഇന്നീ തീയതി വരെ അമ്മയോടോ അമ്മാവനോടോ കസിൻസിനോടോ ഒരു നല്ല വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചേച്ചി വെരി ബിസി ഫെലോ. അതിന് അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? നിങ്ങളുടെ ഒന്നും പോക്കത്ര ശരിയല്ല. അമ്മയുടെ വളച്ചിട്ടൊന്നും വേണ്ട. എന്റെ അധികാരം യാതൊരു കാരണവശാലും ഞാൻ ദുർവിനിയോഗം ചെയ്യില്ല. ചെയ്യണ്ടടാ. ഈ വയസ്സുകാലത്ത് എന്റെ വീട്ടില് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോ ഒന്നെന്നെ സഹായിക്കാനോ ഒരു വാക്ക് പറയാനോ നീ കൂട്ടാക്കിയില്ല. നിനക്കിതിന്റെ പദവി അധികാരം മാത്രം മതിയല്ലോ. സ്വന്തം ബന്ധമൊക്കെ വെറും പുല്ലാണ് ചേച്ചി. ഇന്നേ തീയതി വരെ കോടതി കണ്ടിട്ടില്ലാത്ത വല്യമ്മ ഇൻകം ടാക്സ് കേസിൽ പ്രതിയായി കൂട്ടിൽ കയറി നിൽക്കുന്ന കാഴ്ച കാണാൻ വിനോദിന് എന്ത് സന്തോഷമായിരിക്കും. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അത് അമ്മയല്ല, മറ്റാരായാലും ശരി. എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും. അതിലാരെയും കൈകടത്താൻ ഞാൻ അനുവദിക്കില്ല. என்று சொல்லடி கிளிய சோலை சூமலை வாழ் வேலனிடம் என் நிலையை சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று 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 ഹൈ ഹൈ സവാഷ്. അല്ല ആറാ മാറപ്പെട്ടോ? തിരുമൽ ദേവ, ഒന്നും പറയണ്ട. പണ്ടാറടങ്ങി ആകെ ബസ്കേടായി. ആ എന്ത്
എന്താ? ആ രണ്ടെണ്ണം ഉണ്ടല്ലോ, രാകേശും രമേശും. അവർ ഭയങ്കര തലവേദനയാണ്. ഇപ്പൊ ഒരുത്തൻ കൂടി കൂടിയിട്ടുണ്ടല്ലോ, അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത്? ആൾ ആ ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ. അതിനു വേണ്ടി ഞാൻ എന്ത് വേണം? പിന്നെ കുഞ്ഞു മുഹമ്മദിനെ കോശിച്ചതിന് ഫോൺ കോൾ ഉണ്ടായിരുന്നു. അവരെ തീർത്ത് കെട്ടണം. അവനെ ഞാൻ തീർത്ത് കെട്ടും. ഇല്ലെങ്കിൽ കെട്ടിയിട്ട് പിന്നെ തീർക്കും. അതെ, നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാത്ത കാര്യമാണല്ലോ. പിന്നെ നമ്മുടെ ആ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത്? അവന്റെ പേര് ഒരു വിനോദമാണ്. വിനോദിനി. അവന് ആദ്യം കൊടുക്കണം, പിന്നെ ആകട്ടെ 3 പേർ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ എന്തിനാ? എന്താണ്? നമ്മുടെ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ കാര്യം വളരെ ഭദ്രമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ പോലീസ് അറിയരുത്. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ നമ്മൾക്കിട്ട് നോക്കി പിടിക്കും. നോക്കി പിടിച്ചാൽ എന്താ, പിടിച്ചു നോക്കിയാൽ എന്താ? നീ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട്. പോകുമ്പോൾ മുത്തുവിനെയും കൂടി കൂട്ടിപ്പോ. മുത്തു, അരേ മുത്തു, അങ്ങയോരേ. എന്ത്? വിനോദിനെ തട്ടിയെന്നോ? നന്നായി. ഈ അനുഭവം തന്നെ രാകേഷിനും രമേശിനും ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ ചെത്തോമനയുടെ കാര്യം മറക്കരുത്. കൊല്ലോട്ട. ആ ശരി സാർ, വെക്കട്ടെ. എന്റെ പൊന്നു മക്കളെ, ആ മാണിക്കും മാളപ്പെട്ടും കൂടി എന്റെ പൊന്നു മക്കളെ കൊന്നു കളഞ്ഞല്ലോ മഹാഭാവികളെ. എന്റെ മോനെ, നീ അമ്മയെ വിട്ടു പോയല്ലോ മോനെ. എന്റെ മോനെ, ഈശ്വരാ, എനിക്ക് ആരുമില്ലല്ലോ. ഈശ്വരാ, എന്റെ മോനെ, എന്റെ മോനെ, നീ അമ്മയെ വിട്ടു പോയല്ലോ മോനെ. എന്റെ